ഹലോ. അപ്പോൾ ഫൈനലി നമ്മൾ റൂം മേക്ക് ഓവർ വീഡിയോ ചെയ്യുകയാണ്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വൈറ്റ് ടേബിൾ മേടിക്കണമെന്നും അതുപോലെ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു റൂം മേക്ക് ഓവർ വീഡിയോ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ റൂം മേക്ക് ഓവറിന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് മുറിയിൽ. വലിയ മാറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ പുതിയ ടേബിൾ മേടിച്ചിട്ടുണ്ട്. അതിലേക്ക് വെക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെക്കുന്നുണ്ട്, കുറച്ച് വാൾ ഡെക്കർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു റൂം മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട് 3 അത് ഭാവിയിൽ എപ്പോഴെങ്കിലും വലിയ രീതിയിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ റൂം മേക്ക് ഓവറാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. ഇന്ന് ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ ആ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഇൻ്റർവ്യൂയുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഇൻ്റർവ്യൂ. പക്ഷെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മളത് കളയരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അവിടെ പോയി ചെയ്തു. മൊത്തത്തിൽ ഇൻ്റർവ്യൂ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിലും ഓവറോൾ ഒരു പോസിറ്റീവ് വൈബൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. പിന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസൊക്കെ പൊതുവെ ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരുന്നു. അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ജോബ് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയില്ല. പിന്നെ നമ്മൾ നമ്മുടെ മാക്സിമം ഇതിൽ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ സമയം കുറേ ആയിട്ടുണ്ട്. ഒരു 9:30-10 മണിക്ക് ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതെപ്പോൾ തീരുമെന്ന് ഒരു ഐഡിയ ഇല്ല. സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയത്ത് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിട്ട് നടക്കും. ഒറ്റയ്ക്ക് ചെയ്യണോണ്ട് തന്നെ കുറച്ച് ചെരിവ് വന്നിട്ടുണ്ട്. അതാണെങ്കിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പിന്നെയും ഊരാനായിട്ട് പാടായതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു കാര്യം പിടികിട്ടും. ഇപ്പം ഞാൻ ചെയ്യണത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ആ ടേബിൾ നേരെ വെക്കുമ്പോഴാണ് താഴെ ആ പലക വരേണ്ടത്. പക്ഷെ ഞാൻ കമത്തി വെച്ച കാര്യം മറന്നുപോയിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അത് മൊത്തം ശരിയാക്കി തന്നത് എൻ്റെ മമ്മായായിരുന്നു. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തോ ഇല്ല. അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയാണ് വന്നത്. ഇപ്പോഴാണൊന്ന് സമാധാനമായത്. ഇനി നമുക്ക് പഴയ ടേബിൾ ക്ലീൻ ചെയ്തിട്ട് ഇതവിടെ വയ്ക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ടേബിൾ. ഈ ടേബിള് വൈറ്റ് ടേബിൾ വരുന്നതിന് മുമ്പ് ഇത് കാണുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ വൈറ്റ് ടേബിൾ കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇതാണെന്നോ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടിയൊക്കെ മാറ്റിയിട്ട് ഇനി ഈ ടേബിള് താഴെ അടുക്കളയിൽ കൊണ്ടുവന്നിടണം. ഇനി അവിടെ ഇരിക്കുന്ന ചെടിച്ചട്ടിയും പിന്നെ ടേബിളിൻ്റെ മേലുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ടേബിൾ കൊണ്ടുവന്ന് താഴെ ഇടണം. താഴെ അടുക്കളയിൽ ഒരു ടേബിൾ വേണമെന്ന് ഇങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ ഈ ടേബിൾ അവിടെ ഇടാമെന്ന് വിചാരിച്ചു. ഈ ടേബിൾ അടുക്കളയിലേക്ക് ഇടാൻ വേണ്ടിയാണ് മെയിനായിട്ട് ആ ഒരു വൈറ്റ് ടേബിൾ മേടിക്കണം എന്നുള്ളൊരു തോട്ട് വന്നത്. ഈ ടേബിൾ ഇവിടെ ഇടുന്നതിന് മുമ്പ് ഇവിടെ ബെഡായിരുന്നു കിടന്നത്. അപ്പോൾ അതിൻ്റെ പാടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റഡി ടേബിൾ അവിടെ ഇട്ടപ്പോഴാണെങ്കിലും കുറച്ച് പോസ്റ്റേഴ്സൊക്കെ ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇളക്കി എടുത്തപ്പോൾ ചുമരിൻ്റെ കുറച്ച് കളറൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ക്ലീൻ ചെയ്യണ ഒരു തരം ലിക്വിഡ് ഉണ്ടായിരുന്നു, ആസിഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് വെച്ചൊന്ന് ക്ലീൻ ചെയ്താൽ കുറച്ച് വൃത്തിയാകുമെന്ന് തോന്നി. വീഡിയോയിൽ കാണുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ എന്തോ ഒരു വൃത്തിക്കുറവ് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ചെയ്യാണ്. എന്താണെന്നറിയില്ല, ഇവിടെ ആ വൈറ്റ് ടേബിൾ കൊണ്ടുവന്നിടാനായിട്ട് തോന്നുന്നുണ്ടായില്ല. എന്നിട്ട് ഞാൻ ബെഡ് കുറച്ച് ഫ്രണ്ടിലേക്ക് നീക്കിയിട്ടിട്ട് ആ സ്ഥലത്ത് ടേബിൾ കൊണ്ടുവന്നിട്ടു. ഇപ്പം പിന്നെ ഒരു വൃത്തിയൊക്കെ തോന്നുന്നുണ്ട്. ഇവിടുത്തെ ചുമരാണെങ്കിലും നല്ല ക്ലീനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ കാണാനും ഒരു ഭംഗിയുണ്ട്. മറ്റേ സ്ഥലത്തിനേക്കാളും കുറച്ചുകൂടെ വെളിച്ചവും കിട്ടുന്നുണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് നീക്കിയിട്ട ബെഡ് ജസ്റ്റ് ഒന്ന് തിരിച്ചിടുകയാണ്. 2Xൽ ഞാൻ ബെഡ് നീക്കണ കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പം തന്നെ ഏകദേശം 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. പിന്നെ എന്തോ ഒരു എനർജിയിൽ അങ്ങോട്ട് ചെയ്യുന്നു. നാളെ ആയി കഴിഞ്ഞാൽ പിന്നെ വൈകും, പിന്നെ മടിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റ സ്ട്രെച്ചിൽ ഇതൊക്കെ ചെയ്യണത്.
അങ്ങനെ ബെഡിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തേനേക്കാളും നല്ലത് ഇതാണെന്ന്. അങ്ങനെ അവസാനം വൈറ്റ് ടേബിളിൻ്റെ പൊസിഷൻ ഞാൻ കറക്റ്റാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കുറേ നാളുകളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു വൈറ്റ് ടേബിൾ മേടിക്കണമെന്ന്. ഇനി എല്ലാം കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം, ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ ബുക്കുകളൊന്നും ഇനി ആവശ്യമില്ല. ക്ലാസ്സൊക്കെ കഴിഞ്ഞു, പഠിത്തമൊക്കെ കഴിഞ്ഞു. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ടേബിളിൽ വെക്കാൻ പോകുന്ന സാധനങ്ങൾ. അതിന് മുന്നേ നമ്മളൊരു ബുള്ളറ്റിൻ ബോർഡ് ഉണ്ടാക്കാൻ പോവാണ്. എനിക്കിപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളെക്കാളും ഇഷ്ടം ഒരു വിൻറ്റേജ് വൈബിലാണ്. അപ്പോൾ കുറച്ച് വിൻറ്റേജ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ വാൾ പോസ്റ്ററിലും അതുപോലെ വിഷൻ ബോർഡിലും ഒട്ടിക്കാൻ പോണത്. അപ്പോൾ ആദ്യം ഇത് കറക്റ്റ് സൈസിൽ വെട്ടിയെടുക്കണം. ടേബിളിൻ്റെ കൂടെ എന്തായാലും ഒരു നല്ല വലിയ കാർഡ്ബോർഡ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് കടയിൽ പോയപ്പോൾ കാർഡ്ബോർഡ് അങ്ങനെ മേടിക്കാതിരുന്നത്. ആദ്യം കത്രിക വെച്ച് ജസ്റ്റ് ഒന്ന് മുറിക്കാൻ നോക്കി. പക്ഷെ കത്രിക വെച്ചൊന്നും മുറിയില്ല എന്ന് കണ്ടപ്പോൾ നല്ല മൂർച്ചയുള്ള ഒരു തരം എന്ത് ബ്ലേഡിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഭയങ്കര മൂർച്ചയാണ്. ഞങ്ങളാണെങ്കിൽ അങ്ങനെ ഈ സാധനം ഉപയോഗിക്കാറുമില്ല. പിന്നെ ഇതിലിപ്പോൾ മുറിക്കാനായിട്ട് ഇത് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് മുറിച്ച് നോക്കുവാണ്. ആദ്യം കട്ട് ചെയ്തപ്പോൾ കറക്റ്റ് സൈസ് വന്നില്ല, കുറച്ച് വലുതാണ്. അപ്പോൾ അത്രയും വലുതായാൽ ഒരു ഭംഗിക്കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചെറുതാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവസാനം കറക്റ്റ് സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒട്ടിച്ച് വെക്കണം. വെട്ടാണ് സാധനങ്ങളുടെ വേസ്റ്റൊക്കെ അപ്പം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെ അവസാനം ഒരുപാട് കഷ്ടപ്പെടേണ്ട വരില്ല. അപ്പം ഞാനെല്ലാം അപ്പം തന്നെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആദ്യം ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചപ്പോഴാണ് കഴിഞ്ഞ തവണ ടേബിൾ വെച്ച സ്ഥലത്ത് മൊത്തം വൃത്തികേടായിപ്പോയി. അപ്പോൾ ഇവിടെയും അങ്ങനെ വൃത്തികേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുവാണ്. സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചാൽ നിൽക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ താഴെ വീഴുമെന്നും അറിയില്ല. ബുള്ളറ്റിൻ ബോർഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം എന്തൊക്കെ മേടിച്ചു എന്ന് കാണാം. ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം മേടിച്ചത് ഓർഗനൈസറാണ്. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. റേറ്റ് വരുന്നത് ഏകദേശം 200 റേഞ്ചൊക്കെയാണ്. പ്രൈസിന് പറ്റിയ ക്വാളിറ്റിയും ഉണ്ട്, അതുപോലെ അഫോർഡബിളും ആണ്. പിന്നെ അത്യാവശ്യം ക്യൂട്ടുമാണ്, എസ്തറ്റിക്കുമാണ്. അപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് മേടിച്ചു. ഇപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ടേബിളിൽ വെക്കണമെന്നുള്ളൂ. ഇനി ബുള്ളറ്റിൻ ബോർഡും അതുപോലെ വാൾ പോസ്റ്ററും ഒക്കെ റെഡിയായി വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് ഓർഗനൈസ് ചെയ്തൊക്കെ വയ്ക്കാം. എൻ്റെ വീഡിയോ കാണാറുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ക്ലോക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതെൻ്റെ എല്ലാ വീഡിയോയിലും ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് സ്റ്റിക്കി നോട്ടുകളും അങ്ങനെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൺജസ്റ്റഡ് ആക്കാനായിട്ട് എനിക്കിഷ്ടമല്ല. കാരണം കൺജസ്റ്റഡ് ആക്കി കഴിഞ്ഞാൽ ആ ഓർഗനൈസറിൻ്റെ ഒരു ഭംഗി പോവും. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ജേണൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഈ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആ ഡ്രോയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ടേബിളിൽ വയ്ക്കാൻ കുറച്ച് ക്യൂട്ട് ഐറ്റംസൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ചെറിയ ഡോളാണ്. നമുക്ക് ഇങ്ങനെ ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ചെറിയൊരു ചില്ലുകുപ്പിയിൽ എന്തൊക്കെയോ ചെറിയ പേപ്പറൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. സംഭവം സിമ്പിളാണ്, പക്ഷെ കാണുമ്പോൾ ഒരു ഭംഗിക്ക് മേടിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് 49 രൂപയാണ്. ആ ഡോളിൻ്റെ റേറ്റ് 120 ആണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം എല്ലാവരും കണ്ട സാധനമായിരിക്കും. കുറേ പേരുടെയിലൊക്കെ ഇതിരിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മേടിക്കണ്ടെന്നായിരുന്നു ഇത് വിചാരിച്ചത്. അനീറ്റിക്ക് ബുക്ക് മേടിക്കാൻ പോയപ്പോൾ ഇതവിടെ ഇനി ഇരിക്കണ കണ്ടു. ആദ്യം വലുതാ കണ്ടത്, പിന്നെ ഒരെണ്ണം മാത്രം ചെറുതിരിക്കണ കണ്ടു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 60 രൂപ കണ്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി, അങ്ങനെ മേടിച്ചതാണ്. ഇതിലിനി മിനി കലണ്ടർ വെക്കണോ അതോ വേറെ എന്തെങ്കിലും ഫോട്ടോ വെക്കണോ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കണേ. ഇപ്പോൾ തൽക്കാലം ഇതിനകത്തൊന്നും വെക്കണില്ല. ഇനി അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വെക്കാം. പിന്നെ കുറച്ച് ഹൈലൈറ്റർ മേടിച്ചു. ഇതിൻ്റെ റേറ്റ് 196 രൂപയാണ്. കാര്യം 196 രൂപ ഉള്ളുവെങ്കിലും ഇതിൻ്റെ റേറ്റ് റിയലായിട്ട് വരുന്നത് 1799 രൂപയാണ്. ഇതിൻ്റെ പ്രൈസ് ടാഗിൽ അത്ര റേറ്റ് കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. 1300 രൂപയുടെയൊക്കെ സാധനം എങ്ങനെയാണ് 196 രൂപയ്ക്കൊക്കെ ഫ്ലിപ്കാർട്ടിൽ കിട്ടണേന്ന്.
അതിലൊരു 3-4 ഞാൻ ആ ഓർഗനൈസറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ടേബിളിൽ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പഴയ പെൻസിൽ സ്റ്റാൻഡും അതിനകത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ അതൊരു വൈറ്റ് കളർ ആയതുകൊണ്ട് ഒരു എസ്തെറ്റിക് വൈബൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതവിടെ വയ്ക്കുന്നുണ്ട്. ഇനി ആദ്യം നമുക്ക് ബുള്ളറ്റിൻ ബോർഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ GSM കൂടിയ പേപ്പറിലാണ് പ്രിൻ്റ് എടുത്തത്. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സോറി, വിഷൻ ബോർഡ് അല്ലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, ബുള്ളറ്റിൻ ബോർഡായിരുന്നു. ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ്. നമ്മൾ ബുള്ളറ്റിൻ ജേണലൊക്കെ ബുക്കിൽ ഉണ്ടാക്കണ പോലെ ഒരു കാർഡ്ബോർഡ് പേപ്പറിൽ പ്ലാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കണതാണ്. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് കുളിച്ച് വന്നിട്ടുണ്ട്. രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഒരു 12:30-1 മണിക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇത്രയും വൈകി. അപ്പോൾ ആ ബുള്ളറ്റിൻ ബോർഡ് കൂടെ ഉണ്ടാക്കിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ലുലുമാളി പോയപ്പോൾ ഒരു ദിവസം ഒരു വീക്ക്ലി പ്ലാനർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വീക്ക്ലി പ്ലാനറും ഒരു ഡെയിലി പ്ലാനറും ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി സ്റ്റിക്കേഴ്സൊക്കെ മുറിച്ചെടുക്കണം. ബുള്ളറ്റിൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് യാതൊരു പ്ലാനും ഇല്ല. ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയ സമയത്താണെങ്കിലും അങ്ങനെ ഒരുപാടൊന്നും കണ്ടില്ല. പിന്നെ കുറച്ച് ഐഡിയാസൊക്കെ കിട്ടി. അപ്പോൾ ആ കിട്ടിയ ഐഡിയാസ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കൂടുതലും ഇങ്ങനെ ഫ്രെയിംസൊക്കെ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ ഞാൻ ക്യാൻവയിൽ കുറച്ച് ഫ്രെയിംസൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്തെടുത്തു. ഇനി അതൊക്കെ മുറിച്ചിട്ട് എവിടെ ഒട്ടിക്കുമെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് ഒട്ടിച്ച് നോക്കാം, നല്ല ഭംഗിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒട്ടിച്ച് വരുമ്പോൾ അറിയാം. പിന്നെ കുറച്ച് വിൻറ്റേജ് വൈബ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു CD ഒക്കെ ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഡെസ്ക് മേക്ക് ഓവർ എന്ന് പറഞ്ഞ് ഇടാനായിരുന്നു. പിന്നെ ചെയ്ത് വന്നപ്പോൾ കുറച്ച് വാൾ പോസ്റ്റേഴ്സൊക്കെ ബാക്കി വന്നു. അപ്പം ഞാൻ ഒരു റൂം മേക്ക് ഓവർ എന്നുള്ള രീതിയിൽ നേരത്തെ ടേബിൾ ഇട്ട ഭാഗത്ത് കുറച്ച് പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അത്രയാട്ടോ ഞാൻ റൂം മേക്ക് ഓവർ എന്നും പറഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ. എനിക്ക് ഒരു എൻ്റയർ ഡിഫറൻസൊക്കെ മുറിയിൽ വരുത്തണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അതൊക്കെ നമുക്ക് ഗ്രാജ്വലി ഭാവിയിൽ ചെയ്യാം. ഇപ്പം എന്തായാലും ഇത്രയൊക്കെ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഫസ്റ്റ് ചാനലല്ല. എനിക്ക് കുറേ ചാനലുകൾ ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 5 വർഷം മുന്നെയാണ്. 2020 ഞാൻ ആദ്യമായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ചാനലിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആ സമയത്ത് ഉണ്ടായില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. അപ്പോൾ അന്ന് ഞാൻ കുറേ ട്രോളുകളൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ട്രോളുകൾ ഇടണം എന്നൊരു ഇത് വന്നു. കാരണം ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ട്രോളൊക്കെ. പിന്നെ ഞാനൊരു ട്രോൾ ചാനൽ തുടങ്ങി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല സീൻസ് നമ്മൾ എടുക്കുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ വരുന്ന കാരണം ഞാൻ പിന്നെ നിർത്തി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ചാനൽ തുടങ്ങുന്നത്. ഈ ചാനൽ തുടങ്ങുന്നത് 4 വർഷം മുന്നെയാണ്. അപ്പോൾ പണ്ട് ഈ ചാനലിൽ ഞാൻ കുറേ സ്റ്റാറ്റസ് വീഡിയോസൊക്കെ ഇടുമായിരുന്നു, ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോസൊക്കെ. അപ്പോൾ അതിനൊക്കെ അന്ന് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ +2 ഒക്കെ ആയപ്പോഴേക്കും പഠിത്തവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതങ്ങ് നിർത്തി. പിന്നെ കോളേജൊക്കെ കഴിയാറായപ്പോഴാണ് ഇതുപോലെ ഒരു വ്ളോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ തോന്നിയത്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻഷോട്ടിലും ക്യാപ്കട്ടിലുമാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്. ഇത് അടുത്ത ദിവസമാണ്. ബുള്ളറ്റിൻ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ബാക്കി അടുത്ത ദിവസം ഫ്രഷ് ആയിട്ട് ചെയ്യാമെന്ന്. അങ്ങനെ പോളറോയിഡ്സും എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സും ഫോട്ടോസൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ബുള്ളറ്റിൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന ടേബിൾ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബുള്ളറ്റിൻ ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കംപ്ലീറ്റ് ലുക്കിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറത്തു കൂടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ പുല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി വാൾ പോസ്റ്റേഴ്സ് ഒട്ടിക്കാനും അതുപോലെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഈ സെല്ലോ ടേപ്പ് ഇങ്ങനെ മുറിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തുകൊണ്ട് പോകാമല്ലോ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു വയ്ക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബുള്ളറ്റിൻ ബോർഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വാൾ പോസ്റ്റേഴ്സും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം പണിയൊക്കെ തീരും. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഉണ്ടാക്കിയതിൽ. കഴിഞ്ഞ ദിവസം ഇതിന് വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്ത കുറച്ച് സാധനങ്ങൾ ഞാൻ ഇതിനകത്താണ് വെച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 2 പോസ്റ്റർ എടുത്തിട്ട് സൈഡിൽ അതിൻ്റെ ഒട്ടിക്കണം. ആദ്യം 4 ഫോട്ടോ വയ്ക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത്രയും വലിയൊരു ബുള്ളറ്റിൻ ബോർഡ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കൺജസ്റ്റഡ് ആയി പോയാലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ 2 പോസ്റ്റർ മാത്രം ഒട്ടിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. ഇതിൽ ഒട്ടുമിക്ക പോസ്റ്റേഴ്സും സെലക്ട് ചെയ്ത് തന്നത് മമ്മായാണ്. എനിക്കാണെങ്കിൽ അങ്ങനെ അത്ര വലിയ സെലക്ഷനൊന്നും ഇല്ല എന്ന് എപ്പോഴും പറയും. അപ്പോൾ അതുകൊണ്ട് തവണ മമ്മാനെ കൊണ്ടാണ് ഞാനിതൊക്കെ സെലക്ട് ചെയ്യിപ്പിച്ചത്. അങ്ങനെ നമ്മുടെ ടേബിൾ തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു ചെടിച്ചട്ടി ഒരു കാണാൻ ഭംഗിക്ക് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഒന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച കുറച്ച് ചെറിയ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഞാൻ ചുമ്മാ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ടേബിളിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ബുള്ളറ്റിൻ ബോർഡിൻ്റെ ലുക്കും ടേബിളിൻ്റെ ലുക്കും ഒക്കെ ഇങ്ങനെയാണ് വരണത്. ജേർണലിൻ്റെ സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഒരുപാട് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒരു കാർഡ്ബോർഡ് ബോക്സിലേക്ക് മാറ്റുവാണ്. ഇനി നമ്മുടെ ടേബിളിൻ്റെ അടിയിലേക്ക് ഓരോ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കാർഡ്ബോർഡ് ബോക്സും പിന്നെ ഇതൊരു ചെറിയ വേസ്റ്റ് ബിന്നാണ്, അപ്പോൾ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ A4 സൈസ് പേപ്പറിൻ്റെ ഒരു ബണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, അതും പിന്നെ പെട്ടെന്ന് ആവശ്യം വരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ടേബിളിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഇത്രയും ഭംഗിയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഇനി നമുക്ക് വേറൊരു സൈഡിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രിൻ്റ് എടുത്തപ്പോൾ കുറച്ച് എക്സ്ട്രാ പേപ്പർ ബാക്കി വന്നു, അപ്പോൾ അത് ഈ ഒരു സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്.
ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ഇത് നേരത്തെ ടേബിളിലിരുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് സാധനങ്ങൾ ഒട്ടിച്ചതിൻ്റെ കറയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി ഒരു പോസ്റ്റർ ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ബെഡിൻ്റെ അവസ്ഥയാണിത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പുതിയ ബെഡ്ഷീറ്റ് വിരിക്കണം. എപ്പോൾ പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചാലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, മുറിയിൽ ഒരു പ്രത്യേക എനർജി, ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും. പിന്നെ ഇത് കുറച്ച് ബ്രൈറ്റ് കളറും കൂടി ആയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എൻ്റെ ചെറിയൊരു ടീപ്പോയ് ഉണ്ട്, അത് ഞാൻ ഈ ഒരു സൈഡിലാണ് സാധാരണ വയ്ക്കാറ്. അപ്പോൾ ഈ സ്ഥലത്താണെങ്കിൽ എപ്പോഴും ഭയങ്കര വെയിലും വരും. അപ്പോൾ എന്താ കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ ഞാൻ 2 ഡയറി അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 ക്യാൻഡിൽസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ ഡോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് ഞാൻ ടേബിളിൽ വയ്ക്കാനാണ് മേടിച്ചത്, പക്ഷേ ഇത് ടീപ്പോയിൽ വെച്ചപ്പോൾ കുറച്ചും കൂടെ രസം തോന്നി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടീപ്പോയുടെ ഒരു ലുക്ക് വരണത്. അപ്പോൾ ബീൻ ബാഗ് ഞാൻ കട്ടിലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വയ്ക്കണത്. അങ്ങനെ നമ്മുടെ റൂം മേക്ക് ഓവർ ഏകദേശം അവസാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് ജസ്റ്റ് ഒരു സമ്മറി പോലെ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഒരു വിൻറ്റേജ് വൈബാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ വിൻറ്റേജ് വൈബ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഓവറോൾ എല്ലാത്തിൻ്റെ ലുക്ക് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.